അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർസെൻറ്റേജിലെ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പെർസെൻറ്റേജിൽ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഒരു സംഖ്യയുടെ 30% 60 എങ്കിൽ 80% എത്ര. അതായത് ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം ഇത്രയെങ്കിൽ വേറൊരു ശതമാനം ചോദിച്ചിട്ട് അത് എത്രയെന്നൊരു ചോദ്യം ഉണ്ടാവാറുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. 30% 60 എങ്കിൽ 80% എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നമ്പേഴ്സിനെ ഇത് രീതിയിൽ എഴുതിയ ശേഷം ഒരു ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് സൈഡിലും നമ്പേഴ്സ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ 60-നും 80-ലും നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ 60 × 80 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന നമ്പർ ഇവിടെ 30. നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ ഇവിടെയാണ്. 30 ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. 30-ന് ഇവിടെ ഡിവൈഡഡ് ബൈ ആയിട്ട് കൊടുക്കാം. ഇനി ഇത് ചെയ്ത ആൻസർ കിട്ടും. 30-യും 60-യും ക്യാൻസൽ ചെയ്താൽ 2 ആണ്. 2 × 180 2 × 80 160 ആണ് നമ്മുടെ ആൻസർ. അതായത് 30% എന്ന് പറഞ്ഞാൽ 60 ആണെങ്കിൽ 80% എന്ന് പറഞ്ഞാൽ 160 ആയിരിക്കും. ഓക്കെ, ഇതേ ഐഡിയ തന്നെയാണ് നമ്മൾ അടുത്ത ടൈപ്പ് പ്രോബ്ലത്തിന് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരു സംഖ്യയുടെ 40% 120 ആണ് എങ്കിൽ സംഖ്യ ഏതാണെന്ന് ചോദ്യം വരാം. ഇതും സെയിം ഐഡിയ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. 40% 120 എന്ന് പറയുന്നത് അങ്ങനെയാണ്. സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ സംഖ്യ 100% ആയിരിക്കും. 40% ഈ സംഖ്യയെങ്കിൽ 100% കണ്ടാൽ നമുക്ക് സംഖ്യ ഏതാണെന്ന് കിട്ടും. അത് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇതേ ഐഡിയ യൂസ് ചെയ്താൽ മതി. 100-ഉം 120-യും മൾട്ടിപ്ലൈ ചെയ്യാം. 100 × 120 ഡിവൈഡഡ് ബൈ 40. 40 120-ൽ 3 ടൈംസ് ആയിരിക്കും. 3 × 100 300 ആയിരിക്കും ആൻസർ. അപ്പോൾ പെർസെൻറ്റേജിൽ ഈ രണ്ട് രീതിയിലുള്ള പ്രോബ്ലംസും നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും.